ഗൈസ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ ദ ടെററ്റ് എക്സ്പെഡിഷൻ. അപ്പോൾ ഇന്ന് നമ്മൾ നിങ്ങളുടെ റിക്വസ്റ്റ് പ്രകാരം കറന്റ് ഫീലിംഗ്സ് ഓഫ് യുവർ പേഴ്സൺ ആണ് എടുക്കാൻ പോകുന്നത്. അപ്പൊ 2 പൈലാണ് വെച്ചിട്ടുള്ളത്. ഫസ്റ്റ് പൈലായിട്ട് ഞാൻ 4 ഓഫ് വോൺസ് വെച്ചിട്ടുണ്ട്. സെക്കൻഡ് പൈലായിട്ട് 2 ഓഫ് കപ്സ് ആണ് വെച്ചിട്ടുള്ളത്. അപ്പൊ നിങ്ങൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാല് നിങ്ങളുടെ മനസ്സിലുള്ള ഒരു വ്യക്തി, ആ വ്യക്തിയുടെ എനർജി കൊണ്ടുവരിക. എനർജി എങ്ങനെയാ കൊണ്ടുവരേണ്ടതെന്ന് വെച്ചാല് ആ വ്യക്തിയെക്കുറിച്ച് ആലോചിക്കുക. ആ വ്യക്തിയെക്കുറിച്ച് നിങ്ങളുടെ തോട്ട്സ് തീരെ നിങ്ങൾക്ക് അത് ഓർക്കാനാകുന്നില്ല എങ്കിൽ ആ വ്യക്തിയുടെ ഫോട്ടോയോ അങ്ങനെ എന്തെങ്കിലും എടുത്ത് നോക്കുക. അപ്പൊ ആ വ്യക്തിയുടെ ഓർമ്മ നമുക്ക് വരുമല്ലോ. ഓക്കെ, അതിനുശേഷം നിങ്ങൾ ഈ കാർഡിലേക്ക് നോക്കുക. അല്ലെങ്കിൽ ആ പേഴ്സന്റെ പേര് മനസ്സിൽ വിചാരിച്ചിട്ട് ഇതിൽ ഏത് കാർഡാണോ നിങ്ങൾക്ക് അട്രാക്ഷൻ തോന്നുന്നത് അത് നിങ്ങൾക്ക് എടുക്കാവുന്നതാണ്. അതാണ് നിങ്ങളുടെ റീഡിംഗ് അഥവാ നിങ്ങളുടെ പൈൽ എന്ന് പറയുന്നത്. ഇഫ് നിങ്ങൾക്ക് ഇത് രണ്ടും അട്രാക്റ്റ് ആയി തോന്നുകയാണെങ്കിൽ ഇതിനകത്ത് ഹാഫ് ചിലപ്പോൾ നിങ്ങൾക്ക് റെസോണേറ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ ഉണ്ടാവും. അതുകൊണ്ട് ക്രോസ് വാച്ച് ചെയ്താലും ഇറ്റ്സ് ഓക്കെ ആണ്. ഓക്കെ, അപ്പോൾ നിങ്ങൾ നിങ്ങളുടെ ഫയൽ സെലക്ട് ചെയ്യുക. ആദ്യമായിട്ട് ആരെങ്കിലും നമ്മുടെ ചാനൽ കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമന്റ് ചെയ്യുക. ഫാമിലി ഉള്ളവരാണെങ്കിൽ നിങ്ങളുടെ സപ്പോർട്ടിന് ഒത്തിരി നന്ദി. അപ്പം നമുക്ക് വേഗം തന്നെ റീഡിങ്ങിലോട്ട് പോകാം. ഫർദർ മോർ നിങ്ങൾക്ക് പേഴ്സണലൈസ്ഡ് ആയിട്ടുള്ള റീഡിംഗ് ആവശ്യമുണ്ടെങ്കിൽ ഡിസ്ക്രിപ്ഷനിലോ സ്ക്രീനിൽ എഴുതി കാണിക്കുന്ന നമ്പറിലോ വാട്സ്ആപ്പ് മെസ്സേജ് ചെയ്യാവുന്നതാണ്. അപ്പോൾ വേഗം തന്നെ നമുക്ക് റീഡിങ്ങിലേക്ക് പോകാം. എന്താണ് നിങ്ങളുടെ പേഴ്സന്റെ കറന്റ് ഫീലിംഗ്സ് ആൻഡ് ഗൈഡൻസ് നമുക്ക് ഏഞ്ചൽസ് തരുന്നത് എന്ന് നോക്കാം. ഹായ് ഗായ്സ്, അപ്പൊ നിങ്ങൾ നമ്മുടെ പയൽ നമ്പർ 1 ആയിട്ടുള്ള 4 ഓഫ് വോൺസ് ആണ് എടുത്തിട്ടുള്ളതെങ്കിൽ എന്താണ് ഏഞ്ചൽസ് നിങ്ങളടുത്ത് പറയുന്നത്, എന്താ മെസ്സേജ് ആണ് നിങ്ങൾക്ക് തരാൻ ആഗ്രഹിക്കുന്നത് നിങ്ങളുടെ പേഴ്സന്റെ കറന്റ് ഫീലിംഗ്സ് എന്ന ചോദ്യത്തിന്. ഓക്കെ, പ്ലീസ് ഗൈഡൻസ്. ഇത് ടൈംലെസ് ആണ്, അതുകൊണ്ട് നിങ്ങൾക്ക് എപ്പോൾ വേണമെങ്കിലും കാണാം, ആർക്ക് വേണമെങ്കിലും കാണാം. ഇത് ജെൻഡർലെസ് ആണ്. ഓക്കെ, നമ്മുടെ ചാനലിലുള്ള എല്ലാ വീഡിയോസും ടൈംലെസ് ആണ്. സോ അത് എപ്പോഴാണോ നിങ്ങളുടെ മുന്നിലേക്ക് പോപ്പപ്പ് ആകുന്നത് അപ്പോൾ അത് നിങ്ങളുമായി തീർച്ചയായും റെസോണേറ്റ് ആകും. പ്ലീസ് ഗൈഡൻസ്. Please guide us. Current feelings of their partner. Please guide us. What is the current situation? Please guide us. ഓക്കെ, നമുക്ക് കാർഡ്സ് എടുക്കാം. എന്തൊക്കെയാ കിട്ടുന്നത് നോക്കാം. ഫ്ലവറിങ്. ഓക്കെ, പാസ്റ്റിൽ നിങ്ങളുടെ റിലേഷൻഷിപ്പ് വളരെ നല്ലതായിരുന്നു. സത്യത്തിൽ പാസ്റ്റിലെ റിലേഷൻഷിപ്പ് ആ ഒരു സോണ് എക്സ്പ്ലെയിൻ ചെയ്യാൻ നിങ്ങളുടെ കയ്യിൽ വാക്കുകളില്ല. അത്ര മനോഹരമായിട്ടുള്ള റിലേഷൻഷിപ്പ് ആയിരുന്നു. ഇപ്പം ഇറ്റ്സ് കൈൻഡ് ഓഫ് അതൊരു ട്വിൻ ഫ്ലെയിം ജേർണി ആണ് എന്ന് നിങ്ങൾക്ക് മനസ്സിലായിരുന്നിട്ടുള്ള ഒരു അവസ്ഥയാണ് കാണുന്നത്. നിങ്ങൾ എൻജോയ് ചെയ്തിരുന്നു നിങ്ങളുടെ കണക്ഷനെ ഒത്തിരി. ഓക്കെ, പക്ഷേ കുറെ കഴിഞ്ഞ് ഈ ഒരു പ്രസന്റ് മൊമെന്റിൽ എനിക്ക് കാണാൻ സാധിക്കുന്നത് എന്താണെന്ന് വെച്ചാല് നിങ്ങൾ ഒരു സെപ്പറേഷനിലായിരിക്കാം, ചിലപ്പോൾ ബ്രേക്കപ്പിലായിരിക്കാം, അല്ലെങ്കിൽ കണ്ട പോസിറ്റിവിറ്റിയിൽ നിന്ന് കണ്ട നെഗറ്റിവിറ്റിയിലേക്ക് പോവുകയാണ് അല്ലേ. അങ്ങനെയാണ് ഈ കാർഡ്സിന്റെ ദശ കാണിക്കുന്നത്. അതുകൊണ്ട് തന്നെ മേ ബി ആ സെപ്പറേഷൻ, ബ്രേക്കപ്പ്, എന്തെങ്കിലും ആർഗ്യുമെന്റ് നിങ്ങളുടെ ഇടയിൽ ഉണ്ടാകാം. ഈവൻ നിങ്ങൾ എന്തെങ്കിലുമൊക്കെ ആർഗ്യുമെന്റ് കാണുന്നുണ്ട്. അതുപോലെ തന്നെ നിങ്ങൾ 999 അല്ലെങ്കിൽ 888 444 കാണുന്നുണ്ട് എങ്കിൽ അത് നിങ്ങളുടെ പേഴ്സൺ നിങ്ങളെ മിസ് ചെയ്യുന്നുണ്ടെന്നതിനെ കുറിച്ചിട്ടാണ് മെസ്സേജ് ഏഞ്ചൽസ് നിങ്ങൾക്ക് റിപ്പീറ്റഡ് നമ്പർ വഴി തരാൻ ആഗ്രഹിക്കുന്നത് എന്നതാണ് എനിക്ക് മനസ്സിലാവുന്നത്. ഓക്കെ, നിങ്ങൾ ഒത്തിരി കറേജോടുകൂടി, ഒത്തിരി ധൈര്യത്തോടുകൂടി തന്നെ ഈ ഒരു കണക്ഷനെ നേരിടേണ്ടതായിട്ടുണ്ട് എന്നൊരു ഗട്ട് ഫീലിംഗ് എനിക്ക് വരുന്നുണ്ട്. ഓക്കെ, ചെറിയ വഴക്കുകളായിരുന്നായിരിക്കാം, കാരണം അത്രത്തോളം വഴക്കുകൾ ഉണ്ടാക്കാനുള്ള പ്രശ്നമൊന്നും നിങ്ങളുടെ ഇടയിൽ ഉള്ളതായിട്ട് എനിക്ക് കാണുന്നില്ല. പക്ഷേ നിങ്ങൾ കേട്ടിട്ടില്ലേ, അതായത് ഒരു ടാപ്പ് തുറന്നിട്ട് അതിൽ ഓരോ തുള്ളി വീണ് ആ ഒരു നമ്മൾ വെച്ചിരിക്കുന്ന ഒരു ബക്കറ്റ് നിറയുമെന്ന പോലെ ചെറിയ വഴക്കുകൾ കൂടി നിങ്ങൾ എക്സ്പെക്ട് പോലും ചെയ്യാത്ത വലിയ ഒരു മിസ്അണ്ടർസ്റ്റാൻഡിങ്ങിലേക്ക് നിങ്ങളുടെ റിലേഷൻഷിപ്പ് പോയിക്കൊണ്ടിരിക്കുകയാണെന്നാണ് മനസ്സിലാവുന്നത്. ആൻഡ് ഈ ഒരു പർട്ടിക്കുലർ കാർഡിൽ നിന്ന് തന്നെ എനിക്ക് പറയാൻ പറ്റും, അവര് എന്തൊക്കെയോ എക്സ്പെക്ടേഷൻസ് വെച്ചിരുന്നു. ആ എക്സ്പെക്ടേഷൻസ് പ്രതിഫലിപ്പിക്കാൻ നിങ്ങളെ കൊണ്ട് സാധിച്ചില്ല. അതുപോലെ തന്നെ നിങ്ങൾക്ക് എന്തൊക്കെയോ എക്സ്പെക്ടേഷൻസ് ഉണ്ടായിരുന്നു, അതിൽ നിങ്ങളും വളരെയധികം നിരാശരാണ് എന്നാണ് എനിക്ക് മനസ്സിലാവുന്നത്. ഓക്കെ, പ്ലീസ് ഗൈഡ് us. Yes, past life, mind, silence.
എൻ്റെ അഭിപ്രായത്തിൽ നിങ്ങൾ അമിതമായിട്ട് ഈ ഒരു കാര്യത്തെക്കുറിച്ച് ഡിസ്കസ് ചെയ്യാനോ മെസ്സേജ് അയക്കാനോ ആർഗ്യുമെന്റിനോ വഴക്കിനോ പോകാതിരിക്കുന്നതാണ് നല്ലത്. ഓക്കെ, അതായത് നിങ്ങൾ എക്സിസ്റ്റ് ചെയ്യുന്നു, അതായത് നിങ്ങൾ ഇവിടെ ഉണ്ട് എന്ന കാര്യം മാത്രം അറിയിച്ചാൽ മതി. അല്ലാതെ നിങ്ങൾ ഇതിന്റെ പേരിൽ അവരോട് സംസാരിക്കാൻ പോകണ്ട. അത് പറയാൻ കാരണം സൈലൻസ് മെയിൻറ്റെയിൻ ചെയ്ത് മുന്നോട്ട് പോകാനാണ് യൂണിവേഴ്സ് പറയുന്നത്. കാരണം നിങ്ങളുടെയും നിങ്ങളുടെ പേഴ്സണിന്റെയും ത്രോട്ട് ചക്ര ബാലൻസ്ഡ് അല്ല, വളരെ മോശമാണ്. ഓക്കെ, നിങ്ങളെ ഞാൻ ഒരിക്കലും കുറ്റം പറയുന്നില്ല. നിങ്ങൾ ചിലപ്പോൾ സഹിച്ച് അവസാനം ഈ ഒരു പേഴ്സന്റെ പെരുമാറ്റങ്ങൾ കാരണം നിങ്ങൾക്ക് തന്നെ വട്ടായിട്ട് നിങ്ങൾ പ്രതികരിക്കുന്നതാകും. അങ്ങനത്തെ സിറ്റുവേഷനിൽ നിങ്ങൾ പൊട്ടിത്തെറിച്ചു പോകുന്നതായിരിക്കും. പക്ഷെ നിങ്ങൾ പറഞ്ഞു പോകുന്ന ഓരോ വാക്കുകളും, അല്ലെങ്കിൽ ഈവൻ നിങ്ങൾ തമാശയ്ക്ക് പറയുന്ന വാക്കുകളെ പോലും കൂട്ടിച്ചേർത്ത് തുന്നി തയ്ച്ചു വലിയൊരു കുപ്പായമാക്കി തൻ്റെ ശരീരത്തെ ധരിച്ചിട്ട് ഇതൊക്കെ നിന്റെ ഭാഗത്തുണ്ടായ തെറ്റുകളാണ്, നീ എന്നെ അങ്ങനെ വേദനിപ്പിച്ചു, ഇങ്ങനെ വേദനിപ്പിച്ചു എന്ന രീതിയിൽ ഈ പേഴ്സൺ പറയുന്നതായിട്ടാണ് എനിക്ക് മനസ്സിലാവുന്നത്. പലപ്പോഴും ഈ ഒരു പേഴ്സന്റെ ഈ ഒരു ഇറിറ്റേറ്റീവ് സ്വഭാവം കൊണ്ട് പലപ്പോഴും നിങ്ങൾ പൊട്ടിത്തെറിക്കാറുണ്ട്. പൊട്ടിത്തെറിക്കുമ്പോൾ നിങ്ങൾ പറഞ്ഞു പോകുന്നത് വളരെ വേദനാജനകമായിട്ടുള്ള വാക്കുകളായി പോകുന്നുണ്ട് പലപ്പോഴും. ആൻഡ് ചിലപ്പോൾ നിങ്ങൾക്കത് വേദനാജനകമായി തോന്നില്ല, പക്ഷെ അപ്പുറത്ത് നിൽക്കുന്ന വ്യക്തിക്ക് അത് നല്ല രീതിയിൽ ഹേർട്ട് ആവുന്നുണ്ട്. അതുപോലെ അവരും നിങ്ങളെ കുത്തി സംസാരിക്കുന്നു, തമാശയ്ക്ക് പല കാര്യങ്ങളും പറയുന്നു, നിങ്ങളെ ഹേർട്ട് ചെയ്യുന്നു, മറ്റുള്ളവരുമായിട്ട് കമ്പയർ ചെയ്യുന്നതായിട്ട്, അങ്ങനെ നിങ്ങൾക്ക് ഹേർട്ട് ഉള്ളതായിട്ട് കാണുന്നുണ്ട്. എനിക്ക് തോന്നുന്നത് പലപ്പോഴും നിങ്ങൾ ട്വിൻ ഫ്ലെയിംസ് തന്നെ ആയിരിക്കാം. അതുകൊണ്ട് തന്നെ നിങ്ങൾ വളരെയധികം മിറർ ചെയ്യുന്നതായിട്ട് ഫീൽ ചെയ്യുന്നുണ്ട്. ഓക്കെ, പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും പറഞ്ഞ് ഹേർട്ട് ചെയ്യുകയാണ്. ചിലപ്പോൾ നിങ്ങൾക്ക് നിസ്സാരമെന്ന് തോന്നുന്നത് അവർക്ക് നിസ്സാരമല്ലായിരിക്കാം, ചിലപ്പോൾ അവർക്ക് നിസ്സാരം എന്ന് തോന്നുന്നത് നിങ്ങൾക്ക് നിസ്സാരം അല്ലായിരിക്കാം. ഓക്കെ, നിങ്ങളുടെ ഇമോഷനെ അല്ലെങ്കിൽ അവരുടെ ഇമോഷനെ അവർക്കും നിങ്ങൾക്കും കൺട്രോൾ ചെയ്യാൻ സാധിക്കുന്നില്ല. അതുപോലെ ഈ പേഴ്സൺ വിശ്വസിക്കുന്നത് തനിക്കൊരിക്കലും താൻ ആഗ്രഹിക്കുന്നത് പോലെ, തന്റെ ചൊൽപ്പടിക്ക് നിൽക്കുന്ന പോലെയുള്ളൊരു റിലേഷൻ ഒരിക്കലും ഉണ്ടാവില്ല, അല്ലെങ്കിൽ താൻ വിചാരിക്കുന്ന രീതിയിലുള്ള അണ്ടർസ്റ്റാൻഡിങ് ആയിട്ടുള്ള ഒരു വ്യക്തി തനിക്ക് വന്ന് ചേരുകയില്ല, ഇല്ലെങ്കിൽ താൻ ഒരിക്കലും താൻ ആഗ്രഹിക്കുന്ന പോലെയുള്ള കണക്ഷനെ ഡിസേർവ് ചെയ്യുന്നില്ല എന്നുള്ള മെന്റാലിറ്റി ഈ പേഴ്സണ് മനസ്സിലുണ്ട്. അല്ലെങ്കിൽ മേ ബി നിങ്ങളുടെ മനസ്സിലായിരിക്കാം നിങ്ങൾ ആഗ്രഹിക്കുന്ന പോലെയുള്ള ഒരു കണക്ഷൻ നിങ്ങൾക്ക് ഇനി ലഭിക്കില്ല, സാധിക്കില്ല. ഓക്കെ, മറ്റു വ്യക്തികൾ ഉണ്ടാകും നിങ്ങളെക്കാളും നല്ലത്, അവർക്ക് ഒക്കെ അത് ഡിസേർവ് ആകും, നിങ്ങളുടേതിൽ വിധിച്ചിട്ടില്ല. അങ്ങനെ നിങ്ങൾ ചിന്തിക്കുന്നുണ്ടെങ്കിൽ അത് നെഗറ്റീവ് മാനിഫെസ്റ്റേഷൻ ആണ്. യൂണിവേഴ്സ് നിങ്ങളെ അനുഗ്രഹിച്ചിട്ട് മാത്രമാണുള്ളത്. പക്ഷെ സർട്ടൺ ടോക്സിക് കണക്ഷനുകളിൽ നിന്ന് ചിലപ്പോൾ യൂണിവേഴ്സ് നിങ്ങളെ തട്ടി നീക്കുന്നതായിരിക്കാം. നിങ്ങളുടെ പേഴ്സൺ നിങ്ങൾക്ക് സ്ട്രെസ് ഉണ്ടാക്കുന്നുണ്ട്, അല്ലെങ്കിൽ ഈ ഒരു റിലേഷൻഷിപ്പിൽ നിങ്ങൾക്ക് ബുദ്ധിമുട്ടുണ്ടാക്കുന്നുണ്ട്, അല്ലെങ്കിൽ ഈവൻ നിങ്ങൾ എത്ര തന്നെ ഇവർക്ക് അത് ചെയ്തു കൊടുത്തിട്ടും ഇത് ചെയ്തു കൊടുത്തിട്ടും ഇവരുടെ ആഗ്രഹത്തിനൊത്ത് നിന്നിട്ടും അവർ സാറ്റിസ്ഫൈ ആകുന്നില്ലെങ്കിൽ അവരുടെ മനസ്സിലായിരിക്കാം ഈ ഒരു തോട്ട്, നല്ലൊരു അണ്ടർസ്റ്റാൻഡബിൾ ആയിട്ടുള്ള റിലേഷൻഷിപ്പിനെ ഞാൻ ഒരിക്കലും ഡിസേർവ് ചെയ്യുന്നില്ല എന്നുള്ള ചിന്താഗതിയായിരിക്കാം അവർക്ക്. നിങ്ങൾക്കും അവർക്കും അങ്ങനെയുള്ള ഫീലിങ്സ് ഉണ്ടാവാനുള്ള സാധ്യതയുണ്ട് എന്ന് കാണിക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഈ പേഴ്സന്റെ പാസ്റ്റ് റിലേഷൻഷിപ്പിൽ ഇയാൾക്ക് ഒത്തിരി ട്രോമാസ് ഉണ്ടായിട്ടുണ്ടായിരിക്കാം. ആ ഒരു റിലേഷൻഷിപ്പ് വളരെയധികം നൈസ് അല്ലായിരിക്കാം. അതുകൊണ്ട് തന്നെ ഈ പേഴ്സൺ വിചാരിച്ചിട്ടുണ്ടാവുക ഇത് വളരെയധികം മിസ്മാച്ച് ആയിട്ടുള്ള ഒരു വ്യക്തിയായിരുന്നു, അല്ലെങ്കിൽ എനിക്ക് കോമ്പാറ്റബിൾ അല്ലാത്തൊരു വ്യക്തി ആയതുകൊണ്ടായിരിക്കാം എൻ്റെ അടുത്ത് നിന്ന് മൂവ് ഓൺ ആയത് എന്ന രീതിയിൽ മേ ബി ഈ പേഴ്സൺ ചിന്തിച്ചിട്ടുണ്ടാവാം. അതുപോലെ തന്നെ പല മാനിപ്പുലേറ്റീവ് എനർജിയിലും ഈ പേഴ്സന്റെ മൈൻഡ് ഇങ്ങനെ കറങ്ങിക്കൊണ്ടിരുന്നു. അതായത് നാള് ചേരുന്നില്ല, അങ്ങനെ ഇങ്ങനെ എന്ന രീതിയിൽ അങ്ങനെ പോയിരുന്നു. പക്ഷെ നിങ്ങളുടെ അടുത്തേക്ക് വന്നപ്പോൾ ഈ പേഴ്സന്റെ കൺസെപ്റ്റ് ഒക്കെ മാറി. അങ്ങനെ നാളോ അങ്ങനെ കോമ്പാറ്റബിലിറ്റിയുടെ ഒന്നും ആവശ്യമില്ല. നിങ്ങളെ പോലെയുള്ള ഒരാളുണ്ടെങ്കിൽ അവർക്ക് അഡ്ജസ്റ്റ് ചെയ്ത് പോകാൻ പറ്റും എന്നായിരുന്നു തുടക്കത്തിൽ അവർ വിചാരിച്ചിരുന്നത്. അവരെന്താണോ തുടക്കത്തിൽ വിചാരിച്ചത് അത് തന്നെയാണ് സത്യത്തിൽ നിങ്ങളുടെ പ്രണയത്തിന്റെ വിജയം എന്ന് പറയുന്നത്. പക്ഷെ ഈ ഒരു ഇടയായിട്ട് അവർ മനസ്സിലാക്കുന്ന ആ ഒരു വിജയം, അല്ലെങ്കിൽ നിങ്ങൾ തന്നെ നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ ഉണ്ടാക്കിയ ഒരു കോമ്പാറ്റബിലിറ്റി, ആ ഒരു സ്പെഷ്യൽനെസ്, അത് നിങ്ങൾക്ക് അഡ്ജസ്റ്റ്മെന്റ് ആയി തുടങ്ങി എന്നതാണ് ഇതിനകത്ത് മനസ്സിലാവുന്നത്. സോ നിങ്ങളുടെ പേഴ്സൺ
ഈ ഒരു കണക്ഷൻ മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോകാൻ ബുദ്ധിമുട്ടുന്നു, ട്രബിളിലാകുന്നു എന്നതാണ് മനസ്സിലാവുന്നത്. അതുകൊണ്ട് തന്നെ ഈ ഒരു പേഴ്സണ് ഇതിൽ നിന്ന് പൊട്ടിച്ച് പുറത്തേക്ക് വരണം എന്നുള്ള താല്പര്യമുള്ളതായിട്ടാണ് ഇതിനകത്ത് കാണുന്നത്. ഓക്കെ, എന്തുകൊണ്ടാണ് അങ്ങനെയുള്ള ചിന്തകൾ വരുന്നത്? നിങ്ങളുടെ മനസ്സില് നിങ്ങൾ എന്ന് പറയുന്നത്, അല്ലെങ്കിൽ അവരുടെ മനസ്സിൽ അവരെന്ന് പറയുന്നതാണ് കറക്റ്റ്, ബാക്കി തെറ്റാണ്. ഇപ്പോൾ നിങ്ങളുടെ ഇടയിൽ എന്തെങ്കിലും ഒരു ഫൈറ്റ് ഉണ്ടാകുമ്പോൾ, അല്ലെങ്കിൽ ഈവൻ ആർഗ്യുമെന്റ് ഉണ്ടാകുമ്പോഴത്തേക്ക്, തല്ലുകൂടുമ്പോഴത്തേക്ക് അവർ പറയുന്നത് അവരുടെ ഭാഗമാണ് റൈറ്റ് എന്നും നിങ്ങൾ വിചാരിക്കുന്നത് നിങ്ങളുടെ ഭാഗവുമാണ് റൈറ്റ് എന്നും. ഒരു കാര്യം മനസ്സിലാക്കാൻ, രണ്ടുപേരും റൈറ്റ് ആണെന്ന് സ്ഥാപിക്കാൻ നിൽക്കുമ്പോഴാണ് അവിടെ ഫൈറ്റ് ഉണ്ടാകുക, അല്ലെങ്കിൽ രണ്ട് കൈകൾ കൂട്ടിയടിക്കുമ്പോഴാണ് അവിടെ ഫൈറ്റ് ഉണ്ടാകുക. അപ്പൊ നിങ്ങളും അത്രത്തോളം മോശക്കാരല്ല, എന്നാൽ അവർ തീരെ ഒട്ടും മോശമല്ല. എല്ലാം ഞാൻ ചെയ്തത് ശരി, എൻ്റെ ഇമോഷൻ എന്ന് മാത്രമാണ് നിങ്ങൾ മനസ്സിലാക്കുന്നത്. പണ്ട് നിങ്ങൾ രണ്ടുപേരുടെ ഇമോഷൻസ് നിങ്ങൾ മനസ്സിലാക്കിയിരുന്നു. ഇപ്പൊ നിങ്ങൾ രണ്ടുപേരും ഞാൻ, എൻ്റെ ഇമോഷൻ, എൻ്റെ വിഷമങ്ങൾ, എൻ്റെ സന്തോഷങ്ങൾ, എൻ്റെ സങ്കടങ്ങൾ, എൻ്റെ ഗിഫ്റ്റ്സ്, അതിലേക്ക് ഒതുങ്ങിപ്പോയതായിട്ടാണ് എനിക്കിവിടെ മനസ്സിലാവുന്നത്. നിങ്ങൾ തികച്ചും ഒരു ട്വിൻ ഫ്ലെയിം അല്ലെങ്കിൽ സോൾമേറ്റ് ജേർണിയിലായിരിക്കാനുള്ള സാധ്യത വളരെ കൂടുതലാണെന്ന് കാണിക്കുന്നത്. ബിക്കോസ് നിങ്ങൾ തമ്മിൽ നല്ലൊരു പാർട്ട്ണർഷിപ്പ് ഉണ്ട്, നിങ്ങൾ തമ്മിൽ നല്ലൊരു കണക്ഷൻ ഉണ്ട് എന്നുമാണ് മനസ്സിലാവുന്നത്. പക്ഷേ നിങ്ങൾ രണ്ടുപേരും പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും കോംപ്രമൈസ് ചെയ്യാൻ തീരെ തയ്യാറാകാത്തതിന്റെ പ്രശ്നമാണ് എന്നാണ് മനസ്സിലാവുന്നത്. ഓക്കെ, അതുപോലെ തന്നെ എൻ്റെ അഭിപ്രായത്തിൽ ഈ ഒരു കണക്ഷനിൽ നിന്ന് നിങ്ങൾക്ക് മാറണം. ഇതൊരു ടോക്സിക് കണക്ഷൻ ആണ്, അല്ലെങ്കിൽ ഈ ഒരു പേഴ്സൺ നിങ്ങളിൽ നിന്ന് ഡിറ്റാച്ച് ആയി പോയി എന്ന് നിങ്ങൾ ചിന്തിക്കുന്നുണ്ടെങ്കിൽ തെറ്റാണ്. നിങ്ങളുടെ സബ് കോൺഷ്യസ് മൈൻഡിൽ നിന്ന് ഈ പേഴ്സൺ ഇതുവരേക്കും പോയിട്ടില്ല, ഇനി പോകുമെന്ന് എനിക്ക് തോന്നുന്നുമില്ല. ആൻഡ് ഫോർ സം എൻ്റെ അഭിപ്രായത്തിൽ 3 to 6 months ഈ ഒരു പേഴ്സൺ നിങ്ങളുടെ അടുത്തേക്ക് വരാനും നിങ്ങളെ കോണ്ടാക്ട് ചെയ്യാനുള്ള സാധ്യതയുമുണ്ട് എന്നതാണ് എനിക്ക് ഇതിനകത്ത് കാണാൻ പറ്റുന്നത്. ആൻഡ് കഴിഞ്ഞ വീഡിയോസിന്റെ അടിയിലൊക്കെ നമ്മൾ മാനിഫെസ്റ്റ് ചെയ്യാൻ പറഞ്ഞ കാര്യം ചെയ്തിട്ട് റിസൾട്ട് ഉണ്ടായിട്ടുണ്ട് എന്ന് പറഞ്ഞ ഒത്തിരി ആൾക്കാരുണ്ട്. ഗ്രാറ്റിറ്റ്യൂഡ് നിങ്ങൾ യൂണിവേഴ്സിനോട് അറിയിക്കുക. ബിക്കോസ് നിങ്ങൾ മാനിഫെസ്റ്റ് ചെയ്തുകൊണ്ടാണ് നിങ്ങൾക്ക് കാര്യങ്ങൾ കിട്ടിയത്. നിങ്ങൾക്ക് പറ്റുമെങ്കിൽ അത് വന്ന് കമന്റ് സെക്ഷനിൽ പറയാം. കാരണം ഇന്നത്തെ കാലത്ത് ഒരു കാര്യം നമ്മൾ വീഡിയോയിൽ പറയുന്നതിനേക്കാൾ ഉപരി കമന്റ് വായിക്കുമ്പോൾ മറ്റുള്ളവർക്ക് എങ്ങനെ ഒരു അനുഭവം ഉണ്ടായിട്ടുണ്ടെങ്കിൽ ഞാനും ചെയ്തു നോക്കാം എന്ന് വിചാരിക്കുന്ന വ്യക്തികളാണ് പലരും. അതുകൊണ്ട് ശരിയാണ്, ചില ആൾക്കാർക്ക് ഐഡന്റിറ്റി പുറത്ത് പറയാൻ ബുദ്ധിമുട്ടുണ്ട്. അങ്ങനെയുള്ളവരാണെങ്കിൽ വേണ്ട. പക്ഷെ നിങ്ങൾക്ക് അതിന് താല്പര്യം, അത് നിങ്ങൾക്ക് പ്രശ്നമല്ല, നിങ്ങൾക്ക് കമന്റ് ചെയ്യാൻ താല്പര്യമുണ്ടെങ്കിൽ നിങ്ങൾക്കുണ്ടായിട്ടുള്ള അനുഭവം തീർച്ചയായിട്ടും ക്ലെയിം ചെയ്യുക. പോസിറ്റീവായിട്ട് നിങ്ങളുടെ ജീവിതത്തിൽ യൂണിവേഴ്സ് നിങ്ങളെ സഹായിച്ചിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ ഗ്രാറ്റിറ്റ്യൂഡ് അറിയിക്കുക. ഓക്കെ, പിന്നെ എൻ്റെ അഭിപ്രായത്തിൽ യൂണിവേഴ്സ് എല്ലാവരും അവരുടെ ജീവിതത്തിൽ പോസിറ്റിവിറ്റി തന്നെയാണ് കൊണ്ടുതരുന്നത്. നമ്മളുടേതായിട്ടുള്ള മെറ്റീരിയലിസ്റ്റിക് വിഷും ഡിസയറുമാണ് പലപ്പോഴും യൂണിവേഴ്സ് നടത്തി തരാത്തത്. പല ആൾക്കാരും എൻ്റെ അടുത്തൊരു ക്വസ്റ്റ്യൻ ചോദിച്ചു, ഞങ്ങളുടെ ലൈഫ് ബാലൻസ് ആക്കാൻ യൂണിവേഴ്സ് ഞങ്ങളുടെ കൂടെ നിൽക്കാൻ വേണ്ടിയിട്ട് ഞങ്ങൾ എങ്ങനെയാണ് പ്രാർത്ഥിക്കേണ്ടതെന്ന്. അപ്പം ഞാൻ അവരടുത്ത് പറഞ്ഞു, നിങ്ങൾ എങ്ങനെയാണ് പ്രാർത്ഥിക്കുന്നതെന്ന് എനിക്കൊന്ന് പറഞ്ഞു തരാമോ എന്ന് ചോദിച്ചു. അപ്പോൾ അവർ പറഞ്ഞത്, എനിക്ക് ഇന്നത് വേണം, ഇന്നത് തരുന്നതിന് നന്ദി, എനിക്ക് ഇന്നത് വേണം, ഇന്നത് തരുന്നതിന് നന്ദി എന്നാണ്. അല്ലെങ്കിൽ ഇന്നത്തെ ദിവസം എനിക്ക് അത് തരണം, ഇത് തരണം എന്നുള്ള ഡിമാൻഡുകളാണ് നിങ്ങൾ വെക്കുന്നത് എന്നാണ് എനിക്ക് മനസ്സിലായത്. അതുകൊണ്ട് എന്നെ കാണുന്ന കോമൺ ആയിട്ടുള്ള വ്യക്തികളുടെ അടുത്ത് നിങ്ങളുടെ ലൈഫ് പൊതുവെ പോസിറ്റീവ് ആവണമെങ്കിൽ നിങ്ങൾ രാവിലെ എഴുന്നേറ്റ് ഇത്ര കാര്യം മാത്രം പറയുക. അതാണ് ഞാനും ഫോളോ ചെയ്യുന്നത്. ഇത് ഞാൻ കണ്ടുപിടിച്ചതൊന്നുമല്ല, എനിക്കും കിട്ടിയിട്ടുള്ള അറിവ് മാത്രമാണ്. അപ്പൊ ഞാൻ ഇങ്ങനെയാണ് പ്രാർത്ഥിക്കുന്നത്, നിങ്ങളും അങ്ങനെ പ്രാർത്ഥിച്ചു തുടങ്ങും, നിങ്ങളുടെ ജീവിതം മാറും. ഓക്കെ, രാവിലെ എഴുന്നേറ്റിട്ട് ഇപ്പോൾ നിങ്ങൾക്കിപ്പോൾ നിങ്ങളുടെ ലവ് ലൈഫിനെ കുറിച്ചാണ് വേണ്ടത്, അല്ലെങ്കിൽ നിങ്ങളുടെ കരിയർ ആണ് വേണ്ടത്, എന്തോ ആയിക്കോട്ടെ, പക്ഷെ യൂണിവേഴ്സിനോട് പറയാം, യൂണിവേഴ്സ് എനിക്ക് തരാൻ ആഗ്രഹിക്കുന്ന അപ്സും ഡൗൺസും എല്ലാം എൻ്റെ ജീവിതത്തിലേക്ക് യൂണിവേഴ്സ് നിശ്ചയിക്കുന്ന സമയത്ത് തന്നെ വന്നു ചേരട്ടെ. പക്ഷെ അതെല്ലാം ആ ഒരു ചൊൽപ്പടിയിൽ നടന്നുകൊട്ടെ. പക്ഷെ ഒരു കാര്യം മാത്രമേ ഞാൻ ആവശ്യപ്പെടുന്നുള്ളൂ, ഈ അപ്സ് ആൻഡ് ഡൗൺസ് എൻ്റെ ജീവിതത്തിൽ വരുന്നത് അത് നേരിടാനുള്ള സ്ട്രെങ്ത്തും കൂടി എന്നിൽ തരണം. അതാണ് ഞാൻ ആവശ്യപ്പെടുന്ന കാര്യം. അത് ഇന്നേ ദിവസം എൻ്റെ അടുത്തുണ്ടായിരിക്കണം എന്ന രീതിയിൽ പറയുക. എന്നിട്ട് നിങ്ങൾ എന്ത് പ്രതിസന്ധി നിങ്ങളുടെ ജീവിതത്തിൽ വന്നാലും നിങ്ങൾ ശ്രദ്ധിക്കുക, നിങ്ങൾക്കത് തീർച്ചയായും ഫേസ് ചെയ്യാൻ പറ്റും. രാത്രി ഇന്നത്തെ ദിവസത്തെ പ്രതിസന്ധികൾ, അല്ലെങ്കിൽ നല്ലതാണെങ്കിലും ചീത്തയാണെങ്കിലും, അതിനെ നേരിടാനുള്ള കരുത്ത് എനിക്ക് തന്നതിന് ഒത്തിരി നന്ദി, ഗ്രാറ്റിറ്റ്യൂഡ്. ഇങ്ങനെ ഈ ഒരു ചെറിയ കാര്യം മാത്രം പറഞ്ഞ് നിങ്ങൾ കിടന്നു നോക്കൂ.
ആഫ്റ്റർ 21 days നിങ്ങളുടെ ലൈഫ് തന്നെ ഒത്തിരി ട്രാൻസ്ഫോം ആകുന്നതായിട്ടും ലൈഫിൽ ഉണ്ടാകുന്ന ടഫ് സിറ്റുവേഷൻസിനെ പോസിറ്റീവായിട്ട് കാണാൻ പറ്റുന്നതായിട്ടും നിങ്ങൾക്ക് ഫീൽ ചെയ്യും. ഓക്കെ, നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ തന്നെ മെയിൻ ഇഷ്യൂ എന്താണ് എന്ന് എനിക്ക് മനസ്സിലായത്, നിങ്ങൾ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും ബ്ലെയിം ചെയ്യുന്ന ആൾക്കാരാണ്. അതായത് നിങ്ങൾ ഒരിക്കലും നിങ്ങളുടെ ഭാഗത്തെ തെറ്റുകൾ കാണുന്നില്ല, അപ്പുറത്തവരുടെ തെറ്റുകളാണ് കാണുന്നത്. ഓക്കെ, സോ എൻ്റെ അഭിപ്രായത്തിൽ ഈ ഒരു കണക്ഷനിൽ നിങ്ങൾ സംസാരിക്കുകയാണെങ്കിൽ ഇനിയും അത് ശരിയാകാനുള്ള സാധ്യതയുണ്ട്. ഈ പേഴ്സന്റെ കറണ്ട് ഫീലിങ്സിൽ എനിക്ക് മനസ്സിലാവുന്നത് പലപ്പോഴും ഒന്നുകിൽ നിങ്ങളെ അല്ലെങ്കിൽ ഈ പേഴ്സൺ സ്വയമേ തന്നെ ബ്ലെയിമിങ് സോണിലാണ് നിൽക്കുന്നത്. സ്വയം കുറ്റപ്പെടുത്തുക, അല്ലെങ്കിൽ തനിക്ക് എന്തെങ്കിലും സംഭവിച്ചാൽ അതിന് മറ്റൊരുത്തനെ കുറ്റപ്പെടുത്തുക, അങ്ങനെയുള്ള രീതിയിലാണ് ഈ പേഴ്സൺ നിൽക്കുന്നത്. അവർക്ക് നിങ്ങളെ ജീവിതത്തിൽ വേണമോ എന്ന് ചോദിച്ചാൽ റിയലി അവർക്ക് നിങ്ങളെ വേണം. നിങ്ങളൊരു മാരേജ് മെറ്റീരിയൽ തന്നെയാണ് അവരുടെ ചിന്താഗതിയിൽ. പക്ഷെ എൻ്റെ അഭിപ്രായത്തിൽ നിങ്ങൾ ഫൈറ്റ് ചെയ്യാതിരിക്കുക, പരസ്പരം ലിസൺ ചെയ്യുക, എന്നിട്ട് തീരുമാനങ്ങൾ എടുക്കുക, പരസ്പരം അണ്ടർസ്റ്റാൻഡ് ചെയ്യുക. എനിക്കറിയാം നിങ്ങൾ മാത്രം ഇത് ചെയ്താൽ പോരാ, നിങ്ങളുടെ പാർട്ട്ണറും തിരിച്ചിങ്ങനെ ചെയ്യണം. ഒരു കാര്യം മനസ്സിലാക്കുക, നിങ്ങളുടെ പാർട്ട്ണറിനെ ഇവോൾവ് ചെയ്ത് കൊണ്ടുവരേണ്ടതും പല കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കേണ്ടതും നിങ്ങൾ തന്നെയാണ്. ഓക്കെ, സോ നിങ്ങൾക്കറിയാവുന്ന കാര്യങ്ങൾ പോസിറ്റീവ് വേയിൽ, അവർ ഇൻട്രസ്റ്റഡ് ആയിട്ടുള്ള വേയിൽ അവർക്ക് പറഞ്ഞ് പയ്യെ പയ്യെ മനസ്സിലാക്കി. ഇപ്പോൾ ഇന്നൊരു ദിവസം നിങ്ങൾ ഒരു കുഞ്ഞുകുട്ടിയെ എ എഴുതാൻ പഠിപ്പിച്ചു എന്ന് പറഞ്ഞ് നാളെ അവൻ എ എഴുതി പഠിക്കില്ല, അല്ലേ? അവൻ കുറേ നാൾ ആ ഒരു ആൽഫബറ്റ് എഴുതാൻ പരിശീലിച്ചാൽ മാത്രമേ അവന് കൃത്യമായിട്ട് ആ ഒരു ആൽഫബറ്റ് എഴുതാൻ പറ്റുള്ളൂ, അല്ലേ? അങ്ങനെ നമ്മൾ ഓരോ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയിട്ടാണ് ഓരോ ആൽഫബറ്റും എഴുതാൻ പഠിക്കുക. അതുപോലെ തന്നെ നമുക്കില്ലാത്ത ഒരു ഗുണം നമുക്ക് ഒരാളിൽ ഉണ്ടാക്കണമെങ്കിൽ നിരന്തരം നമ്മൾ ആ പേഴ്സണെ പതിയെ പതിയെ അവരറിയാതെ, അല്ലെങ്കിൽ അവർക്ക് താല്പര്യം ഉണ്ടെങ്കിൽ അവർ അറിഞ്ഞുകൊണ്ട് ട്രെയിൻ ചെയ്തെടുക്കുക. സോ വാട്ട് എവർ നിങ്ങളുടെ സിറ്റുവേഷൻ, നിങ്ങളുടെ പാർട്ട്ണറിനെ നിങ്ങൾ തന്നെ മാറ്റിയെടുക്കുക. ഇപ്പൊ അവർ സെൽഫ് ബ്ലെയിമിംഗ് ആണെങ്കിൽ അങ്ങനെയല്ല സംഭവം, ഇങ്ങനെയാണ് സംഭവം എന്ന രീതി പറഞ്ഞ് മനസ്സിലാക്കുക. നിങ്ങളെയാണ് ബ്ലെയിം ചെയ്യുന്നതെങ്കിൽ നിങ്ങൾ അതിന് കൊമ്പ് കോർക്കാൻ പോകാതെ എന്താണ് സത്യത്തിൽ നടന്നത്, വാട്ട് ഈസ് ഹാപ്പനിങ് എന്ന രീതിയിൽ പറഞ്ഞ് അവരെ മനസ്സിലാക്കാൻ ശ്രമിക്കുക. ഓക്കെ, അപ്പോൾ നിങ്ങളുടെ പേഴ്സന്റെ മനസ്സിൽ ഇങ്ങനെയുള്ള ബ്ലെയിമിങ് മെന്റാലിറ്റിയും അനാവശ്യമായിട്ടുള്ള കമ്പാരിസണും കോംപ്രമൈസ് ചെയ്യാത്തൊരു രീതിയിലുള്ളൊരു കൺഫ്യൂസ്ഡ് മൈൻഡിലാണ് ഈ പേഴ്സൺ നിൽക്കുന്നത്. സോ വാട്ട് എവർ നിങ്ങളുടെ സിറ്റുവേഷൻ, നിങ്ങൾക്ക് അതിൽ നിന്ന് മെച്ചം വരുത്താൻ സാധിക്കും. നിങ്ങൾ ഈ പേഴ്സണുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുക, പ്രത്യേകം നിങ്ങളുടെ ത്രോട്ട് ചക്ര ബാലൻസ് ചെയ്യാൻ ശ്രമിക്കുക. ഓക്കെ, അപ്പോൾ ഇതായിരുന്നു നിങ്ങളുടെ ചെറിയ രീതി. നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് വിശ്വസിക്കുന്നു. ഇഷ്ടമായിരുന്നെങ്കിൽ ഷെയറായിട്ടും സപ്പോർട്ട് ചെയ്യുക. അപ്പൊ അടുത്ത പൈലിൽ കാണാം, അല്ലെങ്കിൽ അടുത്ത വീഡിയോയിൽ കാണാം. ഹായ് ഗായ്സ്, അപ്പൊ നിങ്ങൾ സെക്കൻഡ് പൈലായിട്ടുള്ള നമ്മുടെ ക്യൂട്ട് ആയിട്ടുള്ള 2 of Cups ആണ് എടുത്തിട്ടുള്ളതെങ്കിൽ നിങ്ങളുടെ പേഴ്സന്റെ കറന്റ് ഫീലിങ്സ് എന്താണ് എന്നാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. അപ്പൊ എന്തൊക്കെ മെസ്സേജ് ആണ് നമുക്ക് കിട്ടുന്നതെന്ന് നോക്കാം. നിങ്ങളുടെ പേഴ്സന്റെ എനർജി നിങ്ങൾ മനസ്സിൽ വിചാരിക്കുക. ഏഞ്ചൽസ് പ്ലീസ് ഗൈഡ് us. ഓക്കെ, ഒരു കാർഡ് പറന്നു പോയിട്ടുണ്ട്, നോക്കാം. ഹീലിംഗ്. എൻ്റെ അഭിപ്രായത്തില് ഈ ഒരു പേഴ്സൺ നിങ്ങളെ ഒത്തിരി ഇഷ്ടപ്പെടുന്നുണ്ട് എന്നതാണ്. ബിക്കോസ് നിങ്ങൾ നോക്കൂ, ഹാർട്ട് ചക്രയാണ് ഇവിടെ ഹീലിംഗ് സോണിൽ ബ്രൈറ്റ് ആയിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ ഈ പേഴ്സൺ നിങ്ങളെ ഒത്തിരി 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 ഇഷ്ടപ്പെടുന്നുണ്ട് എന്ന് കാണുന്നുണ്ട്. അതുപോലെ തന്നെ ഹാർട്ട് ചക്ര കാണിക്കുന്നത് കൊണ്ട് മേ ബി സിഗ്നിഫൈ ഈഗോ. ചിലപ്പോൾ നിങ്ങളുടെ പേഴ്സൺ വളരെയധികം ഈഗോ ഉള്ള വ്യക്തി ആയിരിക്കാമെന്നും എനിക്കതിനകത്ത് മനസ്സിലാവുന്നുണ്ട്. ഇതൊരു ജനറൽ റീഡിംഗ് ആയതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് റെസൊണേറ്റ് ആവുന്നതനുസരിച്ച് എടുക്കുക. ഹാർട്ട് ചക്ര എന്ന കാർഡ് വീഴുമ്പോൾ നമുക്ക് പറയാൻ പറ്റുന്ന, എനിക്ക് മനസ്സിലാകുന്ന ആസ്പെക്റ്റുകളെ കുറിച്ചാണ് ഞാൻ സംസാരിക്കുന്നത്. ഈ പേഴ്സൺ നിങ്ങളെ വളരെയധികം സ്നേഹിക്കുന്നുണ്ട്, അല്ലെങ്കിൽ നിങ്ങളെ സ്നേഹിക്കുന്നുണ്ടില്ലെന്ന് ഞാൻ പറയില്ല, പക്ഷെ കുറച്ച് ഈഗോ ഉള്ള വ്യക്തിയാണ് എന്നാണ് എനിക്ക് മനസ്സിലാവുന്നത്. ഓക്കെ, യെസ്. എനിക്ക് തോന്നുന്നത് ഇവര് ദ അൾട്ടിമേറ്റ് ആണ് എന്നവർ വിശ്വസിക്കുന്നുണ്ട്, അല്ലെങ്കിൽ അവരുടെ തലയ്ക്ക് മുകളിൽ ഒന്നുമില്ല. അവർ എന്താണോ ചിന്തിക്കുന്നത് അതാണ് ശരി, അല്ലെങ്കിൽ അതാണ് കറക്റ്റ്, അല്ലെങ്കിൽ അവർ വിശ്വസിക്കുന്നതാണ് ഓക്കെ എന്ന രീതിയിൽ നിൽക്കുന്ന ആൾക്കാരാണ്. ഈവൻ എന്തെങ്കിലും ഒരു സിറ്റുവേഷൻ ഉണ്ടെങ്കിൽ എൻ്റെ അഭിപ്രായത്തില് അവര് ആണ് ശരി, അവരുടെ വിഷൻ ആണ് കറക്റ്റ് എന്ന രീതിയിൽ അവർ നിൽക്കുന്നത് കൊണ്ട് തന്നെ
ഒരു വഴക്കുണ്ടായാലും അല്ലെങ്കിൽ എന്തെങ്കിലും സിറ്റുവേഷൻ ഉണ്ടെങ്കിലും അവരെ പറഞ്ഞ് മനസ്സിലാക്കാൻ നിങ്ങൾക്ക് വളരെയധികം ബുദ്ധിമുട്ടായിരിക്കുമെന്നാണ് കാണുന്നത്. പലപ്പോഴും ഈ ഒരു കണക്ഷനിൽ ഇഷ്ടമുണ്ടാവാം, അഫെക്ഷൻ എല്ലാം ഉണ്ടാവാം, പക്ഷേ നിങ്ങൾ എപ്പോഴും താഴ്ന്നു കൊടുക്കേണ്ടതായിട്ടുള്ള ഒരു അവസ്ഥയാണ് നിങ്ങളുടെ കണക്ഷനിൽ വന്നു ചേർന്നിരിക്കുന്നത്. നിങ്ങൾ ഈക്വൽ അല്ല. നിങ്ങളുടെ പേഴ്സന്റെ ഡിമാൻഡുകൾ പലപ്പോഴും നിങ്ങൾ സമ്മതിച്ച് കഷ്ടപ്പെട്ട് ഇഷ്ടപ്പെടേണ്ടതായിട്ട് വരുന്നുണ്ടെന്ന് കാണിക്കുന്നുണ്ട്. ഓക്കെ, അങ്ങനെയാണ് നിങ്ങളുടെ റിലേഷൻ. അത് ഞാൻ കുറ്റം പറഞ്ഞതല്ല, ചില റിലേഷനിൽ ചില പാർട്ട്നേഴ്സ് അങ്ങനെയാണ്. ഓക്കെ, അവരെ മാറ്റാൻ പറ്റില്ല. അവരെപ്പോഴും നമ്മൾ പറയുന്നത് പോലെ ഒരു എംപറർ എനർജിയിൽ നിൽക്കുന്ന വ്യക്തികളായിരിക്കും. അവരാണ് എല്ലാത്തിനും അധിപർ എന്ന രീതിയിൽ നിൽക്കുന്ന പേഴ്സൺ ആയിരിക്കും. ഓക്കെ, അപ്പൊ അങ്ങനെയുള്ളൊരു സ്വഭാവം നിങ്ങളുടെ പേഴ്സൺ ഉണ്ട്. അവർക്ക് എന്തും ചെയ്യാം, നമുക്ക് ചെയ്യാൻ പറ്റില്ല. നമ്മൾ അവരുടേതായിട്ടുള്ള താല്പര്യങ്ങൾ അനുസരിച്ച്, അവരുടേതായിട്ടുള്ള ഇഷ്ടങ്ങൾ അനുസരിച്ച്, ഓർഡിനറി ആയിട്ടുള്ള ഒരു നാടൻ പെൺകുട്ടി അല്ലെങ്കിൽ ഒരു നാടനായിട്ടുള്ള ഒരു ഒത്തിരി എക്സ്പോഷർ ഇല്ലാതെ അടങ്ങി ഒതുങ്ങി നിൽക്കുന്ന ഒരു പേഴ്സണായിട്ട് ഇരിക്കണം എന്നാണ് അവർ വിശ്വസിക്കുന്നത്. ആൻഡ് അവരുടെ ഗൈഡൻസിലൂടെ നമ്മൾ മുന്നോട്ട് ചലിക്കണം എന്നതാണ്. ആൻഡ് വാട്ട് എവർ ദ സിറ്റുവേഷൻ ഇസ്, അവരാണ് എല്ലാത്തിനും അധിപനായത് കൊണ്ട് തന്നെ അവരെന്ത് പറഞ്ഞാലും അവരെന്ത് മുന്നോട്ട് വെച്ചാലും, ഈവൻ നിങ്ങൾ തമ്മിൽ എന്ത് ആർഗ്യുമെന്റ് ഉണ്ടായാലും അവർക്ക് വിജയം വേണം. അവർക്ക് നിങ്ങൾ വിജയം കൊടുത്തില്ലെങ്കിൽ ഇൻഡയറക്ട്ലി അവർ പല കാര്യങ്ങളും പറഞ്ഞ് നിങ്ങളെ വിഷമിപ്പിക്കും. അപ്പോൾ എന്തെങ്കിലുമൊക്കെ കാര്യങ്ങൾ, ഇല്ലാത്ത കാര്യങ്ങൾ കൂട്ടി നിങ്ങളെ വിഷമിപ്പിക്കുന്നുണ്ടെങ്കിൽ എന്തൊക്കെയോ ആർഗ്യുമെന്റ്സിൽ നിങ്ങൾ ജയിച്ചു പോയതിന്റെ ബാക്കി പത്രമാണ് നിങ്ങളെ അനുഭവിക്കുന്നത് എന്ന് മനസ്സിലാക്കുക. ഓക്കെ, ആൻഡ് പലപ്പോഴും ഈ ഒരു ക്രിയേറ്റർ എനർജിയിൽ നിൽക്കുമ്പോൾ, ക്രിയേറ്റർ എനർജി എന്ന് പറഞ്ഞാൽ നമ്മുടെ കാർഡ്സിന് എംപറർ എനർജിയാണ്. ഓക്കെ, അപ്പൊ ഈ എംപറർ എനർജിയിൽ നിൽക്കുന്നത് കൊണ്ട് തന്നെ പലപ്പോഴും നിങ്ങളുടെ മനസ്സ് എത്രത്തോളം ഇറിറ്റേറ്റഡ് ആണ്, എത്രത്തോളം സങ്കടപ്പെടുന്നു, എത്രത്തോളം ഹേർട്ട് ചെയ്യുന്നു എന്ന് ഈ പേഴ്സൺ മനസ്സിലാക്കാറില്ല. തൻ്റെ ഇഷ്ടങ്ങൾ, തൻ്റെ വിജയത്തെ കുറിച്ചാണ് എപ്പോഴും ഈ ഒരു പേഴ്സൺ കോൺസെൻട്രേറ്റ് ചെയ്യുന്നത്. അല്ലെങ്കിൽ ഈ ഒരു സമയത്ത് ഈ പേഴ്സൺ ഇങ്ങനെയാണ് കോൺസെൻട്രേറ്റ് ചെയ്യുന്നത് എന്നതാണ് എനിക്ക് മനസ്സിലാവുന്നത്. ഓക്കെ, ആൻഡ് പലപ്പോഴും ഈ പേഴ്സൺ നിങ്ങളടുത്ത് സംസാരിക്കാൻ വരുന്നതേ ഫൈറ്റ് ചെയ്യാനാണ് എന്നതാണ് എനിക്ക് മനസ്സിലാവുന്നത്. ബിക്കോസ് ചില കാര്യങ്ങൾ ബിയോണ്ട് ഇല്യൂഷൻ, അതായത് അവർ വിചാരിക്കുന്നതിനപ്പുറത്ത് എന്തോ ഉണ്ട് എന്ന് അവർ വിശ്വസിക്കുന്നുണ്ട്. ആൻഡ് അതിൻ്റെ ആൻസർ പലതും നിങ്ങളുടെ കയ്യിലുണ്ട്. അതിൻ്റെ പല ക്ലാരിഫിക്കേഷനും നിങ്ങൾ അവർക്ക് കൊടുക്കേണ്ടതായിട്ടുണ്ട് എന്ന രീതിയിലൊക്കെ ഇവർ ചിന്തിക്കുന്നുണ്ട്. നിങ്ങളുടെ സിറ്റുവേഷൻ എന്താണെന്നോ അതോ നിങ്ങൾക്ക് ക്ലാരിഫിക്കേഷൻ കൊടുക്കാനുണ്ടോ എന്ന് ചോദിച്ചാൽ എനിക്കറിയില്ല. പക്ഷെ നിങ്ങളുടെ അടുത്ത് നിന്ന് അവർക്ക് എന്തൊക്കെയോ ക്ലാരിഫിക്കേഷൻ കിട്ടാനുണ്ട്. സം ഡൗട്ട്ഫുൾ ആയിട്ടുള്ള കാര്യങ്ങൾ നിങ്ങളുടെ കണക്ഷനിൽ അവർക്കുണ്ട് എന്നതാണ് നമുക്കിവിടെ മനസ്സിലാവുന്നത്. ഓക്കെ, അല്ലെങ്കിൽ എൻ്റെ അഭിപ്രായത്തിൽ പലപ്പോഴും അവർക്ക് അറിയാം നിങ്ങൾ റൈറ്റ് തന്നെയാണ് എന്ന്. പക്ഷെ അവർ പല സ്ഥലത്തും റോങ് ആണെന്ന് പ്രൂവ് ചെയ്യപ്പെടുന്നത് അവർക്ക് തികച്ചും സഹിക്കുന്നില്ല. മേ ബി ദ ക്രിയേറ്റർ എനർജിയിൽ നിൽക്കുന്നത് കൊണ്ട് തന്നെ, വളരെയധികം ഈഗോ ഉള്ള വ്യക്തി ആയതുകൊണ്ട് തന്നെ ഈ പേഴ്സണ് നിങ്ങളുടെ മുന്നിലോ അല്ലെങ്കിൽ വേറെ ഏതോ വ്യക്തികളുടെ മുന്നിലോ താനാണ് റൈറ്റ്, താനാണ് കറക്റ്റ്, തന്റെ തീരുമാനമായിരുന്നു ശരി, നിങ്ങൾ തെറ്റാണ് എന്ന് പ്രൂവ് ചെയ്യാൻ ഈ പേഴ്സൺ ശ്രമിക്കുന്നു, അല്ലെങ്കിൽ ഈ ഒരു പ്രസന്റ് സിറ്റുവേഷനിൽ ശ്രമിച്ചുകൊണ്ടേയിരിക്കുന്നു. ഇവർക്ക് ഇഷ്ടമില്ല നിങ്ങളെ എന്നല്ല പറയുന്നത്, പക്ഷെ മോർ ഓവർ അവരുടെ ബിഹേവിയർ അങ്ങനെയാണ്. നിങ്ങളുടെ മനസ്സിനെ എപ്പോഴും ഈ ഒരു അവസ്ഥയിൽ കൊണ്ടെത്തിക്കാൻ ശ്രമിക്കുന്ന ആൾക്കാരാണെന്നാണ് എനിക്ക് മനസ്സിലാവുന്നത്. ആൻഡ് ഈ ഒരു കാർഡ് എനിക്ക് ഫസ്റ്റ് പൈലിലും കിട്ടി. സോ ഇത് നിങ്ങൾക്ക് റെസൊണേറ്റ് ആകുന്നുണ്ടെങ്കിൽ നിങ്ങൾ ഫസ്റ്റ് പൈലും കൂടി ഒന്ന് കണ്ടു നോക്കുക. മേ ബി അതിനകത്ത് നിങ്ങൾക്ക് എന്തെങ്കിലും പോയിന്റ്സ് ഉണ്ടാവും. ഓക്കെ, എൻ്റെ അഭിപ്രായത്തിൽ ചിലപ്പം നിങ്ങളുടെ പ്രൊഫഷൻ എന്ന് പറയുന്നത് സെയിം ആയിരിക്കാം. യെസ്, ഈ പേഴ്സൺ നിങ്ങൾക്ക് തരുന്ന കാര്യങ്ങളെല്ലാം വെച്ചിട്ടാണ് നിങ്ങൾ നിങ്ങളുടെ പ്രൊഫഷനിൽ മുന്നേറിയത്. അല്ലെങ്കിൽ നിങ്ങൾ ഈ പേഴ്സണിന്റെ ഗ്ലോയിങ് ആയിട്ടുള്ള കാര്യം, അല്ലെങ്കിൽ ആ ഫ്ലവറിങ് ആയിട്ടുള്ള കാര്യം, അത് നിങ്ങൾ പറിച്ചെടുത്തിട്ട് നിങ്ങൾ അവരുടെ വളം നിങ്ങൾ എടുത്തിട്ട് വളർന്നു, അവരെ വളർത്തിയില്ല, അല്ലെങ്കിൽ അവരെ ചവിട്ടിയാണ് നിങ്ങൾ മുകളിലേക്ക് കയറിയത്, എന്നിട്ട് നിങ്ങൾക്ക് അതിൻ്റെ നന്ദിയില്ല എന്നൊരു ഫീലിംഗ്. അതുകൊണ്ട് നിങ്ങളെ പരീക്ഷിക്കണം എന്നുള്ള ഒരു ഫീലിങ്ങിലാണ് ഈ ഒരു പേഴ്സൺ പ്രസന്റ്ലി നിൽക്കുന്നത് എന്നാണ് കാണുന്നത്. ഓക്കെ, അപ്പോൾ ഇവരുടെ മനസ്സിൽ നിങ്ങൾ വളരെയധികം വളർന്നു പോയി, അല്ലെങ്കിൽ എപ്പോഴൊക്കെയോ ഈ പേഴ്സണെ കൂട്ടാതെ നിങ്ങൾ പല സ്റ്റാൻഡും എടുത്തു. അപ്പോൾ അത് കാരണം ഈ പേഴ്സൺ നല്ല ഫ്രസ്ട്രേഷൻ ഉള്ളത് കൊണ്ട് അവർ പലപ്പോഴും ഓവർ തിങ്ക് ചെയ്തിരുന്നു. അപ്പോൾ നിങ്ങൾ ഇനി ഒരിക്കലും അവരെ കടന്ന ഒരു ചിന്ത
നിങ്ങൾക്ക് ഉണ്ടാവരുത്. അല്ലെങ്കിൽ അവർ പറയുന്ന കാര്യത്തിൽ തന്നെ നിങ്ങൾ സ്ട്രെയിറ്റ് ഫോർവേഡ് ആയിട്ട് പോകണം. ഇല്ലെങ്കിൽ അവർ നിങ്ങളെ സ്പോയിൽ ചെയ്യും, അല്ലെങ്കിൽ നശിപ്പിക്കും, ഡിസ്ട്രോയ് ചെയ്യും എന്നതാണ്. നിങ്ങളുടെ മനസ്സിലെ ഒരു തോട്ടിനെ നശിപ്പിക്കും അവരെന്നതാണ് ഇതിനകത്ത് കാണുന്നത്. എപ്പോഴും അവർക്ക് നിങ്ങളിൽ നിന്നും ഒരു ജയം, നിങ്ങൾ തോറ്റിട്ട് അവർ ജയിക്കുന്ന ഒരു അതോറിറ്റേറ്റീവ് ആയിട്ടുള്ള ഒരു പവർ അവർക്ക് വേണം. ബിക്കോസ് അവർക്കാണ് എല്ലാം ഉള്ളത്, നമുക്കൊന്നുമില്ല. വി ആർ കൈൻഡ് ഓഫ് എ സ്ലേവ്, അല്ലെ, നമ്മളൊരു അടിമയാണെന്ന രീതിയിലാണ് പലപ്പോഴും ഈ ഒരു പേഴ്സൺ കാണുന്നത്. അത് നിങ്ങളടുത്ത് ഇഷ്ടമില്ലാത്തത് കൊണ്ടല്ല ഞാൻ പറയുന്നത്, ചില ആൾക്കാരുടെ സ്വഭാവം അങ്ങനെയാണ്. നിങ്ങളുടെ പേഴ്സൺ കറന്റ്ലി ഇങ്ങനെയൊക്കെയാണ് ചിന്തിക്കുന്നത്. മേ ബി ഈ പേഴ്സൺ ഈഗോയിസ്റ്റിക് ആയതുകൊണ്ടായിരിക്കാം. ഓക്കെ. ആൻഡ് പലപ്പോഴും ഇവര് ഈ ഒരു എനർജിയിൽ നിന്ന് ഒരു നിഗൂഢമായ ഒരു കൈൻഡ് ഓഫ് ബ്ലാക്ക് ലോ എനർജിയിലേക്ക് പോയതിന്റെ റീസൺ നിങ്ങൾ ഈ ഒരു എനർജിയിലേക്ക് പോയതിന്റെ കാരണം നിങ്ങളാണ്. സോഴ്സ്, നിങ്ങൾക്ക് വലുതാവാനുള്ള സോഴ്സ് അവര് നൽകിയിട്ട്, അതായത് പണ്ട് തൊട്ടേ നിങ്ങൾ വളർത്തിക്കൊണ്ടുവന്നത് അവരായിരുന്നിട്ട് നിങ്ങൾക്ക് അതിന്റെ തീരെ നന്ദിയില്ല. ആൻഡ് നിങ്ങൾക്ക് എന്തെങ്കിലും അച്ചീവ് ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങളിപ്പോൾ ആസ് എ സൺ ബ്രൈറ്റ് ആകുന്നുണ്ടെങ്കിൽ അതിന്റെ കാരണം അവരാണ്. പക്ഷെ നിങ്ങൾ അവർക്ക് അതിനുള്ള ആ ഒരു റെസ്പെക്റ്റും അവർക്ക് അതിനുള്ള വാല്യൂ കൊടുക്കുന്നില്ല. നിങ്ങൾ അവരുടെ മുകളിൽ കയറിയിട്ട് നിങ്ങൾക്ക് കിട്ടിയിട്ടുള്ള അച്ചീവ്മെന്റ്സിന്, അല്ലെങ്കിൽ ഇന്ന് നിങ്ങൾ റിക്കവർ ആണ്, അല്ലെങ്കിൽ ഇന്ന് നിങ്ങൾ ഹീലാണ്, അതിന്റെ ആ ഒരു ക്രെഡിറ്റ് നിങ്ങളുടെ ഹാർഡ് വർക്കിനും നിങ്ങൾക്കുമാണ് നിങ്ങൾ കൊടുത്തുകൊണ്ടിരിക്കുന്നത്. സോ ഈ പേഴ്സൺ ആ ഒരു കാര്യം വളരെയധികം ബുദ്ധിമുട്ട് ഉണ്ടാക്കുന്നതായിട്ട് കാണുന്നുണ്ട്. അവർ നിങ്ങളുടെ അടുത്തു നിന്നും മറ്റുള്ളവരുടെ അടുത്തു നിന്നും ചുറ്റുമുള്ളവരുടെ നിന്നൊക്കെ റെസ്പെക്ട് ആഗ്രഹിക്കുന്നുണ്ട്. പക്ഷെ അവർക്ക് റെസ്പെക്ട്, എല്ലാവരും റെസ്പെക്ട് തരുന്നത് നിങ്ങൾക്കാണ്, അല്ലെങ്കിൽ നിങ്ങളെയാണ് എല്ലാവർക്കും കാര്യം. ഇപ്പൊ അവര് നോ എന്ന് പറഞ്ഞാൽ പോലും പല ആൾക്കാരും നിങ്ങളെ എടുക്കാനും നിങ്ങളോട് സംസാരിക്കാനും നിങ്ങളുടെ പേഴ്സണാലിറ്റീനും വളരെയധികം അട്രാക്ട് ആയതുകൊണ്ട് തന്നെ ഈ പേഴ്സൺ വളരെയധികം ഈഗോ ഉണ്ട്. അതുപോലെ തന്നെ നിങ്ങൾ അവരുടേത് മാത്രമാണ്, വേറെ ആർക്കും നിങ്ങളുടെ കാര്യത്തിൽ സംസാരിക്കാനുള്ള റൈറ്റ് ഇല്ല. അങ്ങനെ റൈറ്റ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇവരെ വിട്ടു പോകാമെന്നുള്ള, അല്ലെങ്കിൽ ഇവർ നിങ്ങളെ വിട്ട് വേറെ ഓപ്ഷൻ തേടുമെന്നുള്ള അഹങ്കാരം ഈ പേഴ്സന്റെ മനസ്സിലുണ്ട്. ഓക്കെ. ആൻഡ് ഈ പേഴ്സൺ പലപ്പോഴും വിചാരിക്കുന്നത് പാസ്റ്റില് നിങ്ങൾ ഈ പേഴ്സണെ കണ്ടുമുട്ടിയ സമയത്ത് നിങ്ങൾക്ക് എങ്ങോട്ടേക്കാണ് സഞ്ചരിക്കേണ്ടത് എന്നുള്ള ഡയറക്ഷൻ അറിയാത്ത സമയത്തായിരുന്നു നിങ്ങൾ ഈ വ്യക്തിയെ കണ്ടുമുട്ടിയത്. അപ്പോൾ നിങ്ങൾക്കാണ് ഈ പേഴ്സൺ ഏത് പാതയിലൂടെയാണ് നടക്കേണ്ടത് എന്ന ലൈറ്റ് കാണിച്ച് തന്നത്. ഓക്കെ. പക്ഷെ അതിന്റെ നന്ദി നിങ്ങൾ കാണിക്കുന്നില്ല എന്നതാണ് ഇതിനകത്ത്. അതുകൊണ്ട് തന്നെ നിങ്ങൾ എന്താണോ ചെയ്തത് അതിന്റെ ഫലം നിങ്ങൾ അനുഭവിച്ചേ പറ്റുകയുള്ളൂ എന്നതാണ്. അതുകൊണ്ട് തന്നെ പതിയെ നിങ്ങളെ അനുഭവിപ്പിക്കണം എന്നുള്ള രീതിയിൽ ഈ പേഴ്സൺ ചിന്തിക്കുന്നു. ഈ പേഴ്സൺ നിങ്ങളുടെ അടുത്ത് നിന്ന് ഡിറ്റാച്ച് അല്ല, പക്ഷെ ഡിറ്റാച്ച് ആയതുപോലെ നിങ്ങളെ പരീക്ഷിക്കുന്നത് പോലെ അവരുടെ ഈഗോ ജയിക്കാൻ വേണ്ടിയിട്ട് ഇവർ നിങ്ങളായിട്ട് നട്ടം തിരിയിപ്പിക്കുന്നതായിട്ട് കാണുന്നുണ്ട്. സോ ഈയിടെയായിട്ട് നിങ്ങളുടെ പേഴ്സന്റെ സ്വഭാവത്തിൽ കുറച്ച് വ്യത്യാസമോ മാറ്റമോ ഉണ്ടെങ്കിൽ എൻ്റെ അഭിപ്രായത്തിൽ ഈ പേഴ്സൺ ഏതോ ഒരു കാര്യത്തിൽ, മേ ബി പാസ്റ്റിൽ ഉണ്ടായിരുന്ന ഏതോ ഒരു കാര്യത്തിൽ നിങ്ങൾക്ക് വിക്ടറി കിട്ടിയ കാര്യത്തിൽ ഈ പേഴ്സൺ നിങ്ങളുടെ അടുത്ത് പകരം ചോദിക്കാൻ ശ്രമിക്കുന്നതായിട്ട് എനിക്കിതിനകത്ത് കാണുന്നുണ്ട്. അപ്പോൾ നിങ്ങളുടെ അടുത്ത് ഇഷ്ടമുണ്ടെങ്കിലും ഈ പേഴ്സൺ എപ്പോഴും ജെൻഡർ റോൾ കാണിക്കുന്ന ഒരു വ്യക്തിയാണ് എന്ന് തോന്നുന്നുണ്ട്. ആൻഡ് മോർ ഓവർ ഇതൊരു മെയിൽ ക്യാരക്ടർ ആവാനുള്ള സാധ്യത, അല്ലെങ്കിൽ മെസ്കുലിൻ എനർജി ആകാനുള്ള സാധ്യതയാണെന്ന് തന്നെയാണ് എനിക്കിവിടെ കാണുന്നത്. അതുപോലെ ഈ ഒരു പേഴ്സൺ അവരുടെ മനസ്സിൽ ചിന്തിക്കുന്നത് നിങ്ങൾ വളരെയധികം സെൽഫിഷ് ആയിട്ടുള്ള വ്യക്തികളാണ്. ഓക്കെ, നിങ്ങൾ ഇത്രയും സെൽഫിഷ് ആണ്, പക്ഷെ എവിടെ ചെന്നാലും നിങ്ങൾക്ക് ലക്ക് ഹിറ്റ് ചെയ്യുന്നത് കൊണ്ടാണെന്നാണ് നിങ്ങൾ വിശ്വസിക്കുന്നത്. പക്ഷെ നിങ്ങളുടെ ലക്ക് എന്ന് പറയുന്നത് ഇവരാണ്. ഇവരൊന്ന് മാറി നോക്കട്ടെ, നിങ്ങൾക്ക് ലക്ക് കിട്ടുമോ ഇല്ലയോ എന്ന് നോക്കാം എന്ന രീതിയിലൊക്കെ ഇവർ ചിന്തിക്കുന്നുണ്ട്. സം കൈൻഡ് ഓഫ് റിവെഞ്ച് എടുക്കുന്നതായിട്ട് എനിക്കിതിനകത്ത് കാണാൻ പറ്റുന്നുണ്ട്. ഓക്കെ, അപ്പോൾ ഇതൊരുമാതിരി ഒരു സിറ്റുവേഷൻ ആണ് എന്നാണ് എനിക്ക് മനസ്സിലാവുന്നത്. സോ വാട്ട് ടു ഡു, എന്താണ് ഗൈഡൻസ് എന്ന് നമുക്ക് നോക്കാം. ബിക്കോസ് ഇതൊരു ഫീലിങ്സിനേക്കാൾ ഉപരി യു മസ്റ്റ് ഫേസ് ദ സിറ്റുവേഷൻ എന്നാണ് എനിക്ക് മനസ്സിലാവുന്നത്. ഓക്കെ, അപ്പൊ എൻ്റെ അഭിപ്രായത്തിൽ നിങ്ങൾ തിരക്കിലാണ്, നിങ്ങൾ ഈ പേഴ്സൺ ഇപ്പൊ ഭയങ്കര സ്ട്രെസ്ഡ് ആയിട്ടിരിക്കുന്ന സിറ്റുവേഷനാണ്. അതുകൊണ്ട് നിങ്ങൾ മാക്സിമം ഈ പേഴ്സണിന്റെ മെസ്സേജ് ഡിലേ ആക്കുക, നിങ്ങൾ അങ്ങോട്ട് സംസാരിക്കാൻ പോകാതിരിക്കുക. ഈ പേഴ്സൺ പല കാര്യങ്ങളും നിങ്ങളുടെ അടുത്ത് വന്ന് പറഞ്ഞ് നിങ്ങളടുത്ത് വഴക്കുണ്ടാക്കാൻ, നിങ്ങളെ ബുദ്ധിമുട്ടിക്കാൻ ഇവർ ശ്രമിക്കും. അത് ഇവർ ആഗ്രഹിക്കുന്ന പല ക്ലാരിഫിക്കേഷനും, നിങ്ങളുടെ മനസ്സിലിരിക്കുന്ന പല കാര്യങ്ങളിലും അവർക്ക് അത് വ്യക്തമാകാൻ, ക്ലാരിഫൈ ആകാൻ വേണ്ടിയിട്ട് ഇവർ നിങ്ങളെ നട്ടം തിരിക്കുന്നതാണ്. സോ നിങ്ങൾ ഗ്യാപ്പ് ഇടുക, അതായത് മൊത്തമായി കളയുക എന്നല്ല, പക്ഷെ
പല കാര്യത്തിനും നിങ്ങൾ ആൻസർ പറയാതിരിക്കുന്നതാണ് ഈ ഒരു നിമിഷം നല്ലത്. അല്ലെങ്കിൽ പല കാര്യത്തെയും അങ്ങോട്ട് പോയി നിങ്ങളുടെ ചോദ്യങ്ങൾക്ക് ആൻസർ നിങ്ങൾ കണ്ടുപിടിക്കാതിരിക്കുന്നതാണ് നല്ലത്. കാരണം അത് ഇപ്പോൾ ഇങ്ങനെ ഇരിക്കുന്ന റിവെഞ്ച് കണക്ഷനെ ചിലപ്പോൾ ഒരു ടോക്സിക് കണക്ഷൻ ആക്കി മാറ്റാനുള്ള സാധ്യതയുള്ളത് കൊണ്ട് മൗനം, പല സിറ്റുവേഷനിലും മൗനം പാലിക്കുക, ക്ഷമയോടെ കാത്തിരിക്കുക എന്നതാണ് നിങ്ങളുടെ ഗൈഡൻസ്. കണ്ടീഷൻ അനുസരിച്ചിട്ട് മാത്രം എന്താണോ അവസ്ഥ അതനുസരിച്ചിട്ട് മാത്രം പെരുമാറുക, അനാവശ്യമായിട്ട് ഓവറായി ചൂടാകാതിരിക്കുക, ബുദ്ധിപൂർവം സംസാരിക്കുക. നിങ്ങളുടെ മെസ്സേജസ് ഓർക്കുക, നിങ്ങൾ പറയുന്നത് ജീവിതകാലം മുഴുവൻ ആ പേഴ്സൺ ഓർത്തിരിക്കും. ബിക്കോസ് ഈ പേഴ്സൺ റിവെഞ്ച് എടുക്കുന്ന വ്യക്തിയാണെന്നാണ് മനസ്സിലാവുന്നത്. സോ ആകെ മൊത്തം നിങ്ങളുടെ കണക്ഷൻ കുറച്ച് ഡിസ്റ്റർബ്ഡ് ആണെന്ന് കാണുന്നുണ്ട്. നിങ്ങൾ കുറച്ച് കൂടി ലോജിക്കലി ഈ റിലേഷൻഷിപ്പിനെ കൈകാര്യം ചെയ്യാൻ ശ്രമിക്കുക. ഓക്കെ, അപ്പൊ ഇതായിരുന്നു നിങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള ചെറിയ റീഡിങ്. നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് വിശ്വസിക്കുന്നു. ഇഷ്ടമായിട്ടെങ്കിൽ ഷുവറായിട്ടും സപ്പോർട്ട് ചെയ്യുക. അപ്പൊ ഇനി ഒരു വീഡിയോ ആയിട്ട് കാണാവുന്നതായിരിക്കും. ബൈ.